Welcome to BSc Main Physics, Semester 6, Paper 1, Solid State Physics. And this is Unit 1, Crystal Structures Continuation. And today's class is S10, Symmetry Operations and Symmetry Elements in Crystallography. Crystal Structure, BSc Main Physics, Solid State Physics, Unit 1, Crystal Structure, Semester 6, class number S10, Symmetry Operations and Symmetry Elements. What are symmetry operations? What are symmetry operations regarding a crystal? A symmetry operation is one which leaves the crystal invariant. That is, after performing a symmetry operation, symmetry operation in a crystal, we can obtain a configuration which cannot be distinguished from the original one. ഇപ്പോൾ സിമിട്രി എന്ന് പറഞ്ഞാൽ എൻ്റെ സാമ്യത പറയും, സാമ്യമായിട്ട് കാണുക, സിമിട്രി ഓപ്പറേഷൻസ്. ഇപ്പോൾ സാമ്യമായിട്ട് കാണാനുള്ള ഓപ്പറേഷൻ എന്തൊക്കെയാണ്? സിമിട്രിക്കായിട്ട് കാണാനായിട്ട് എന്തൊക്കെ ഓപ്പറേഷനാണ് ഒരു ക്രിസ്റ്റലിനെ സംബന്ധിച്ച് ഉള്ളത്? സിമിട്രി ഓപ്പറേഷൻ, ഒരു സിമിട്രി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമിട്രി ഓപ്പറേഷൻ ഇസ് വൺ വിച്ച് ലീവ്സ് ദ ക്രിസ്റ്റൽ ഇൻവേരിയൻറ്റ്. ക്രിസ്റ്റലിനെ മാറ്റമില്ലാതെ സൂക്ഷിക്കുക, മാറ്റമില്ലാതെ തന്നെ ഇരിക്കുക. നമ്മൾ കറക്കി വെച്ചാൽ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ആ ക്രിസ്റ്റലിൻ്റെ ഷേപ്പിന്, അപ്പിയറൻസിന് യാതൊരു മാറ്റമില്ലെങ്കിൽ, ഇൻവേരിയൻ്റ് ആണെങ്കിൽ അത്തരം ഓപ്പറേഷനെ വിളിക്കുന്ന പേരാ സിമിട്രി ഓപ്പറേഷൻ. ദാറ്റ് ഈസ് ആഫ്റ്റർ പെർഫോമിങ് എ സിമിട്രി ഓപ്പറേഷൻ in a crystal, we obtain a configuration which cannot be distinguished from the original one. ഒരു സിമിട്രി ഓപ്പറേഷൻ നടത്തിയിട്ട് ക്രിസ്റ്റലിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ കണ്ടതിൽ നിന്ന് യാതൊരു വ്യത്യാസവും കാണില്ല. നേരത്തെ ഉള്ളതുപോലെ തന്നെ അപ്പിയർ ചെയ്യും. ഒരു സിമിട്രി ഓപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ, ക്രിസ്റ്റലിൽ ഒരു സിമിട്രി ഓപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ നേരത്തെ കണ്ട അതേപടി നമുക്ക് കാണാം. ഫോളോയിങ് ആർ ദി സിമിട്രി ഓപ്പറേഷൻസ്. ഇനി പറയുന്നതാണ് ഈ സിമിട്രി ഓപ്പറേഷൻസ്. ഏതൊക്കെയാണ് അവയും നോക്കുക. സിമിട്രി ഓപ്പറേഷൻ ഏതൊക്കെയാണെന്ന് നോക്കുക. നമ്പർ 1 ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ, നമ്പർ 2 പോയിന്റ് ഓപ്പറേഷൻ, നമ്പർ 3 ഹൈബ്രിഡ് ഓപ്പറേഷൻ. എന്താണ് ഈ ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്? നമ്പർ 1 ആണ് കേട്ടോ. ഈ റീഡ് ആസ് 1 നോട്ട് 4. 1 ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ. ഇറ്റ് ഈസ് ദി സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ക്രിസ്റ്റൽ പാരലൽ ടു ഇറ്റ്സെൽഫ് ബൈ ട്രാൻസ്ലേഷൻ. അപ്പോൾ ആ ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ നമ്പർ 1 എന്ന് വായിക്കുക. നമ്മൾ 1, 2, 3, 4 എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നമ്പർ 1 translation operation. It is a simplest type of operation which is defined as the displacement of the crystal parallel to itself by translation. സൈഡിലേക്ക് മാറ്റി വെക്കുക, ക്രിസ്റ്റലിനെ സൈഡിലേക്ക് മാറ്റി വെക്കുക. ആ ക്രിസ്റ്റലിൽ അത്രയും നീളം നമ്മൾ മാറ്റി വെക്കുക. മാറ്റി വെക്കുമ്പോൾ പഴയ ഷേപ്പ് തന്നെ, നേരത്തെ ഉള്ള ഷേപ്പ് തന്നെ കിട്ടും. അത്തരം ഒരു ഓപ്പറേഷനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു സിമിട്രി ഓപ്പറേഷൻ ആണ്. രണ്ടാമത്തത് നമ്പർ 2 പോയിന്റ് ഓപ്പറേഷൻ. രണ്ടാമത്തെ സിമിട്രി ഓപ്പറേഷൻ്റെ പേരാണ് പോയിന്റ് ഓപ്പറേഷൻ. പോയിന്റ് ഓപ്പറേഷൻസ് ആർ 3 ടൈപ്സ്, നെയിംലി റിഫ്ലക്ഷൻ, റൊട്ടേഷൻ ആൻഡ് ഇൻവേർഷൻ. പോയിന്റ് ഓപ്പറേഷൻ 3 തരത്തിലുണ്ട്. റിഫ്ലക്ഷൻ, റൊട്ടേഷൻ, ഇൻവേർഷൻ. റിഫ്ലക്ഷൻ, റൊട്ടേഷൻ, ഇൻവേർഷൻ എന്നിങ്ങനെ 3 തരം പോയിന്റ് ഓപ്പറേഷൻസ് ഉണ്ട്. ഓരോ നോക്കാം. നമ്പർ 1 റിഫ്ലക്ഷൻ. എന്താണ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? റിഫ്ലക്ഷൻ ഇൻ ദിസ് ഓപ്പറേഷൻ സിമിട്രി എലമെൻറ്റ് ഇസ് എ മിറർ പ്ലെയിൻ ഓർ എ സിമിട്രി പ്ലെയിൻ. ഇവിടെ ഒരു സിമിട്രി എലമെൻറ്റ് നമ്മൾ പ്രത്യേകം ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്കിലും പറയുകയാണ്. ഇവിടെ ഈ ഓപ്പറേഷനകത്ത് സിമിട്രി എലമെൻറ്റ് ഒരു മിറർ പ്ലെയിൻ ആണ്, അല്ലെങ്കിൽ ഒരു സിമിട്രി പ്ലെയിൻ ആണ്. എ സ്ട്രക്ചർ ഈസ് സെറ്റ് ടു possess, you read as possess, P-O-S-S-E-S-S, possess reflection symmetry about a plane if it is left unchanged after reflection. റിഫ്ലക്ഷൻ സിമിട്രി ഒരു വസ്തുവിന് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഒരു കണ്ണാടിയിൽ റിഫ്ലക്ഷന് ശേഷം എന്ത് കാണുന്നു അതേ അപ്പിയറൻസ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ സിമിട്രി, മിറർ സിമിട്രി എന്ന് പറയും. നമ്പർ 2 റൊട്ടേഷൻ. കറക്കി വെച്ചാൽ മാറ്റമില്ലാതെ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും ഒരു സിമിട്രി ഓപ്പറേഷനാണ്, പോയിന്റ് ഓപ്പറേഷനാണ്.
എ സ്ട്രക്ചർ ഈസ് സെഡ് ടു പൊസസ്, ഇവിടെ ഓട്ടോ കറക്റ്റായിട്ട് വരുന്നതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് കാണുന്നത്. പൊസസ് ആക്കണം, പൊസസ്. എ സ്ട്രക്ചർ ഈസ് സെഡ് ടു പൊസസ്, പ്രോസസ് അല്ല, പൊസസ്, POSSESS. A structure is said to possess rotation symmetry about an axis if rotation of the structure about this axis by an angle phi gives an unchanged configuration of the original structure. അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ റൊട്ടേറ്റ് ചെയ്താൽ പഴയ ഷേപ്പ് തന്നെ കിട്ടണം. ഒരു ആംഗിൾ ഫൈ കറക്കുമ്പോൾ പഴയ അപ്പിയറൻസ് തന്നെ കിട്ടിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് റൊട്ടേഷൻ ഓപ്പറേഷൻ, പോയിന്റ് ഓപ്പറേഷൻ. ദ ആംഗിൾ ഫൈ വിച്ച് സാറ്റിസ്ഫൈസ് the angle phi which satisfies the condition is given by phi is equal to 2 pi by n or 360 degree by n, where n is equal to 1, 2, 3, 4 and 6. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ എൻഫോൾഡ് റൊട്ടേഷനിൽ ഈ 5 എന്നുള്ള നമ്പർ വരത്തില്ല. The angle phi which satisfies the condition is given by phi is equal to 2 pi by n. ഒരു ക്രിസ്റ്റലിനെ കറക്കുന്ന ആംഗിൾ ഈ 360 by n ആയിരിക്കണം. എന്നിൻ്റെ വാല്യൂ 1, 2, 3, 4 and 6 ആയിരിക്കണം, 5 വരാൻ പാടില്ല. അപ്പം അങ്ങനെ ഒരു പ്രത്യേക ആംഗിൾ കറക്കി വെച്ചാൽ പഴയ അപ്പിയറൻസ്, നേരത്തെയുള്ള ഒറിജിനൽ അപ്പിയറൻസ് കിട്ടുകയാണെങ്കിൽ ആ ഓപ്പറേഷനെ വിളിക്കുന്ന പേരാണ് റൊട്ടേഷൻ സിമെട്രി ഓപ്പറേഷൻ. അപ്പോൾ കറക്കേണ്ട ആംഗിൾ 2 pi by n ആണ്. n വാല്യൂസ് 1, 2, 3, 4 and 6 ആണെന്ന് ഓർക്കുക. 5 വരുന്ന 5-fold സിമെട്രി നോട്ട് പോസിബിൾ ആണ്. ദാറ്റ് ഈസ് only n is equal to 1, 2, 3, 4 and 6 fold rotation axis of symmetry are possible. അപ്പം ഇങ്ങനെ ഈ n is equal to 1, 2, 3, 4 and 6 വരുന്ന റൊട്ടേഷൻ ആക്സിസ് സിമെട്രിയെ പോസിബിൾ ആയിട്ടുള്ളത്. The 5-fold rotation axis symmetry is not possible in a crystal lattice. In crystal lattices ഈ n is equal to 5 വരുന്ന റൊട്ടേഷൻ സിമെട്രി അലൗഡ് അല്ല. ഇറ്റ് ഈസ് നോട്ട് പെർമിറ്റഡ് ഓർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. മൂന്നാമത്തെ പോയിന്റ് ഓപ്പറേഷൻ ഇൻവേർഷനാണ്. ഇൻവേർഷൻ ഇപ്പോൾ റിഫ്ലക്ഷൻ പോലെ തന്നെയാണ്, പക്ഷേ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ അത് കറങ്ങി വരണം, കിഴിപ്പോട്ടാക്കണം, മേപ്പോട്ടേക്ക് സാധനം കിഴിപ്പോട്ട് വരണം, കറങ്ങി ഒരു പോയിന്റിൽ കറങ്ങി വരുന്ന പോലെ. A crystal structure has an inversion symmetry if for every lattice point of position vector r there is a corresponding lattice point at the position vector minus r. അപ്പോൾ ഈ ഇൻവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻവെർട്ട് ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ പൊസിഷൻ വെക്ടർ ആർ എന്നുള്ള ആ പോയിന്റ് താഴെ ഇൻവെർട്ട് ഇമേജിൽ -r അപ്പിയർ ചെയ്യണം. A crystal structure has an inversion symmetry if for every lattice point of position vector r there is a corresponding lattice point at the position vector -r as the vector. The difference between reflection and inversion is that reflection occurs in a plane through the lattice point while inversion is equivalent to reflection through a point. അതാണ് വ്യത്യാസം. റിഫ്ലക്ഷനും ഇൻവേർഷനും തമ്മിലുള്ള വ്യത്യാസം, റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനിൽ സംഭവിക്കുന്നതാണ് ലാറ്റിസ് പോയിന്റിൽ. എന്നാൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു റിഫ്ലക്ഷൻ ത്രൂ എ പോയിന്റ്. ഒരു പോയിന്റിലൂടെ റിഫ്ലക്ഷൻ സംഭവിച്ചാൽ എങ്ങനെ നമ്മൾ കാണും, അതിനെയാണ് നമ്മൾ ഈ രണ്ടാമത്തെ ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ 2 സിമെട്രി ഓപ്പറേഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഹൈബ്രിഡ് ഓപ്പറേഷനാണ്. ഹൈബ്രിഡ് ഓപ്പറേഷൻ ദീസ് ആർ ഫർദർ ക്ലാസിഫൈഡ്. ഹൈബ്രിഡ് ഓപ്പറേഷനെ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ദീസ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു റോട്ടോ റിഫ്ലക്ഷൻ, റോട്ടോ ഇൻവേർഷൻ സ്ക്രൂ ട്രാൻസ്ലേഷൻ ആൻഡ് ഗ്ലൈഡ് റിഫ്ലക്ഷൻ. ഇങ്ങനെ ഇത്രയും കാറ്റഗറിയാണ് അതിനകത്തുള്ളത്. ഹൈബ്രിഡ് നേരത്തെ പറഞ്ഞ ട്രാൻസ്ലേഷൻ്റെയും അതുപോലെ തന്നെ പോയിന്റ് ഓപ്പറേഷൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷനാണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ. These are further classified into A. Roto reflection, B. Roto inversion, C. Screw translation and D. Glide reflection. അങ്ങനെ 4 ഈ ഹൈബ്രിഡ് ഓപ്പറേഷനെ തരംതിരിക്കുക. അപ്പോൾ അത്രയാണ് നമുക്ക് സിമെട്രി ഓപ്പറേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് സിമെട്രി എലമെൻറ്റ്. എന്താണ് സിമെട്രി എലമെൻറ്റ് എന്ന് പറയണം? സിമെട്രി എലമെൻറ്റ്, ദ ലോക്കസ് എബൌട്ട് വിച്ച് സിമെട്രി ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ഈസ് കോൾഡ് സിമെട്രി എലമെൻറ്റ്. അപ്പോൾ ഈ
ദ ലോക്കസ് എബൌട്ട് ടു വിച്ച് സിമിട്രി ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ഈസ് കോൾഡ് സിമിട്രി എലമെൻറ്റ്. ഏത് പോയിന്റിനെ അല്ലെങ്കിൽ പിന്നെ സിമിട്രി ഓപ്പറേഷൻ നടത്തുന്ന ആ ലോക്കസ്, അതിൻ്റെ ആ സഞ്ചാരപഥം, ആ റെഫറൻസ്, ദ ലോക്കസ് എബൌട്ട് വിച്ച് സിമിട്രി ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ഈസ് കോൾഡ് സിമിട്രി എലമെൻറ്റ്. ഇപ്പോൾ ഒരു പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ സിമിട്രി ഓപ്പറേഷൻ നടത്തുന്നതെങ്കിൽ ആ പോയിന്റ് അതിനെ വിളിക്കുന്ന പേരാണ് സിമിട്രി എലമെൻറ്റ്. സിമിട്രി ഓഫ് എ പർട്ടിക്കുലർ കൈൻഡ് എക്സിസ്റ്റ് വെൻ സിമിട്രി ഓഫ് എ പർട്ടിക്കുലർ കൈൻഡ് എക്സിസ്റ്റ് എന്ന് വേണം, എക്സിസ്റ്റ് വെൻ എ സർട്ടൻ ഓപ്പറേഷൻ ലീവ്സ് സംതിങ് അൺചേഞ്ച്ഡ്. അപ്പോൾ ഒരു ഓപ്പറേഷൻ നടത്തിയാൽ അപ്പോൾ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ അൺചേഞ്ച്ഡ് ആയിട്ട് വരികയാണെങ്കിൽ അതിനെ ആ സിമിട്രി ഓപ്പറേഷൻ എന്ന് പറയും. എ ക്യാൻഡിൽ സിമിട്രിക്ക് എബൌട്ട് എ വെർട്ടിക്കൽ ആക്സിസ്. ഒരു മെഴുകുതിരി ഒരു വെർട്ടിക്കൽ ആക്സിൽ സിമിട്രിക്കാണ്. കാരണം മെഴുകുതിരിയെ നമ്മൾ വെർട്ടിക്കൽ ആക്സിൽ കറക്കിയാൽ എങ്ങനെ നോക്കിയാലും, ഇപ്പോൾ കറക്ക് മുമ്പ് നോക്കിയാലും കറക്കി കഴിച്ച് നോക്കിയാലും ഒരു അപ്പിയറൻസ് ആയിരിക്കും വെർട്ടിക്കൽ ആക്സിൽ. എ ക്യാൻഡിൽ ഈസ് സിമിട്രിക് എബൌട്ട് എ വെർട്ടിക്കൽ ആക്സിസ് ബിക്കോസ് ഇഫ് ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് എബൌട്ട് ദി ആക്സിസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ അപ്പിയറൻസ് ആൻഡ് അതർ ഫീച്ചേഴ്സ്. ഒരു ക്യാൻഡിൽ നമ്മൾ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരു പ്രത്യേക അപ്പിയറൻസ് കണ്ടു. നമ്മൾ ഒന്ന് പുറകോട്ട് നോക്കിയിട്ട് ആ സമയത്ത് ക്യാൻഡിൽ ഒന്ന് കറക്കി വെച്ചാൽ എത്ര കറക്കി അല്ലെങ്കിൽ പുതിയ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളതുമായിട്ട് ആ പുതിയ പൊസിഷനുള്ള വ്യത്യാസം കണ്ടെത്താൻ പ്രയാസമായിരിക്കും. ഒരുപോലെ തന്നെ തോന്നും. ക്രിസ്റ്റൽസ് പൊസസ് ഡിഫറൻറ്റ് സിമിട്രീസ്. ക്രിസ്റ്റലിന് വ്യത്യസ്തമായ സിമിട്രീസ് ഉണ്ട്. സിമിട്രി ഓപ്പറേഷൻസ് പെർഫോംഡ് എബൌട്ട് എ പോയിന്റ് ഓർ ലൈൻ ആർ കോൾഡ് പോയിന്റ് ഗ്രൂപ്പ് സിമിട്രി. Symmetry operations performed about a point or line are called point group symmetry. The point group symmetry elements possessed by crystal are the following. അപ്പോൾ ഇനി പറയുന്നതാണ് പോയിന്റ് ഗ്രൂപ്പ് സിമിട്രി എലമെൻറ്റ്സ്. പോയിന്റ് ഗ്രൂപ്പ് സിമിട്രി എലമെൻറ്റ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ സിമിട്രി എലമെൻറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. സിമിട്രി എലമെൻറ്റ്സ്, ദ ലോക്കസ് എബൌട്ട് വിച്ച് സിമിട്രി ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ഈസ് കോൾഡ് സിമിട്രി എലമെൻറ്റ്. അപ്പോൾ നമ്പർ 1 പ്ലെയിൻ ഓഫ് സിമിട്രി. ആദ്യം പ്ലെയിൻ ഓഫ് സിമിട്രിയാണ്. അപ്പോൾ അത് പോയിന്റ് ഗ്രൂപ്പ് സിമിട്രി വരുന്നതാണ് കേട്ടോ. സിമിട്രി എലമെൻറ്റ്സ്. സിമിട്രി crystals possess different symmetries. Symmetry operations performed about a point or line are called point group symmetry. ഒരു പോയിന്റിനെ അല്ലെങ്കിൽ ലൈനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചെയ്യുന്ന സിമിട്രി ഓപ്പറേഷനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഗ്രൂപ്പ് സിമിട്രി. ദ പോയിന്റ് ഗ്രൂപ്പ് സിമിട്രി എലമെന്റ്സ് പൊസസ്ഡ് ബൈ എ ക്രിസ്റ്റൽ ആർ ദി ഫോളോയിങ്. അപ്പോൾ ക്രിസ്റ്റലിനുള്ള പോയിന്റ് ഗ്രൂപ്പ് സിമിട്രി എലമെന്റ്സ് ഇനി പറയുന്നതാണ്. നമ്പർ 1 പ്ലെയിൻ ഓഫ് സിമിട്രി. ഇവിടെ ഈ ഫിഗർ എയിലും ഫിഗർ ബിയിലും 2 പ്ലെയിനുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്ലെയിൻ ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം എടുത്തു കഴിഞ്ഞാൽ ആ ഷെയ്ഡ് ചെയ്ത പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും സെയിം ആണ്. അപ്പോൾ അതൊരു പ്ലെയിൻ ഓഫ് സിമിട്രിയാണ്. ഇവിടെ ഈ റൈറ്റ് സൈഡിലും ഒരു പ്ലെയിൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. ആ മൂലയിലൂടെ പോകുന്ന പ്ലെയിനുകൾ അതിൻ്റെ മുകളിലും താഴെയും ഒരു അപ്പിയറൻസ് ആണ് ഈ ക്രിസ്റ്റലിനെ ഭാഗിച്ചിരിക്കുന്നത്. അത്തരം പ്ലെയിനുകളെയാണ് പ്ലെയിൻ ഓഫ് സിമിട്രി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്ലെയിൻ ഓഫ് സിമിട്രി എന്ന് വായിക്കുക. എ ക്രിസ്റ്റൽ ഈസ് സെഡ് ടു ഹാവ് എ പ്ലെയിൻ ഓഫ് സിമിട്രി വെൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ആൻ ഇമാജിനറി പ്ലെയിൻ ഇൻടു 2 halves. വൺ ഈസ് ദി മിറർ ഇമേജ് ഓഫ് ദി അതർ. ഒരു ക്രിസ്റ്റലിനെ ഒരു പ്ലെയിൻ കൊണ്ട് രണ്ടായിട്ട് ഭാഗിച്ചാൽ ഒരു ഭാഗം ആദ്യത്തതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എ ക്യൂബ് ഹാസ് 9 പ്ലെയിൻസ് ഓഫ് സിമിട്രി. ഒരു ക്യൂബിന് 9 പ്ലെയിൻസ് ഓഫ് സിമിട്രി ഉണ്ട്. Figure A represents a plane of symmetry parallel to the face of the cube. There are 3 such planes. നിങ്ങൾ ആ ഫിഗർ എയിലേക്ക് ഒന്നുകൂടി പോയി നോക്കുക. ഇതാണ് ഫിഗർ, ആദ്യം കാണുന്ന ഫിഗർ എ. അത്തരം നമുക്കിപ്പോൾ ഈ 2 വശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മിഡിൽ പ്ലെയിനാണ് വരച്ചിരിക്കുന്നത്. അതുപോലുള്ള 3 പ്ലെയിനുകൾ നമുക്ക് വരയ്ക്കാവുന്നതാണ്. കാരണം ഒരു ക്യൂബിന് 6 ഫേസ് ഉണ്ട്. അപ്പോൾ 3 ഇത്തരം പ്ലെയിൻസ് നമുക്ക് വരയ്ക്കാവുന്നതാണ്. അതുകൊണ്ട് പറയാം ആ ഫിഗർ എയിൽ കാണുന്ന 3 പ്ലെയിൻ ഉണ്ട്. എന്നാൽ ഫിഗർ ബിയിൽ കാണുന്ന തരത്തിൽ നമുക്ക് 6 പ്ലെയിൻ വരയ്ക്കാവുന്നതാണ്. ഇതുപോലുള്ള നമ്മൾ ആലോചിച്ചാൽ 6 പ്ലെയിൻ കിട്ടും.
അപ്പോൾ അത് 6 പ്ലെയിൻ ഉള്ളത് കൊണ്ട് ആറ് പ്ലെയിൻ ഉണ്ട്. അങ്ങനെ മൊത്തം പ്ലെയിനുകൾ എണ്ണാണ് 9 എന്ന് പറയുന്നത്. എ ക്രിസ്റ്റൽ ഈസ് സെഡ് ടു ഹാവ് plane of symmetry A crystal is said to have a plane of symmetry when it is divided by an imaginary plane into two halves. One is the mirror image of the other. ഇപ്പോൾ ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ ആ സിമെട്രി പ്ലെയിനിൻ്റെ മുകളിലും താഴെയും എക്സാക്ട്ലി ഐഡൻറ്റിക്കൽ പകുതി ആയിരിക്കും. ഒന്ന് മറ്റേ മിറർ ഇമേജ് ആയിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ക്യൂബ് ഹാസ് 9 planes of symmetry. Figure A represents a plane of symmetry parallel to the face of the cube. There are 3 such planes. അങ്ങനെ 3 ഉണ്ടാകും. ഫിഗർ ബി രണ്ടാമത്തെ പടം നോക്കുക, നമ്മൾ മുകളിൽ കണ്ടതാണ്. ഫിഗർ ബി റെപ്രസെൻസ് വൺ ഓഫ് ദ 6 ഡയഗണൽ പ്ലെയിൻസ് ഓഫ് സിമെട്രി ഓഫ് എ ക്യൂബ്. ആ രണ്ടാമത്തെ പടത്തിൽ കണ്ടതുപോലെ നമുക്ക് 6 പ്ലെയിനിൽ വിചാരിക്കാം. അങ്ങനെ മൊത്തം 9 പ്ലെയിൻ ഓഫ് സിമെട്രി ഒരു ക്യൂബിനുണ്ട്. ഇനി ആക്സോസിമെട്രി, ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെൻട്രിൽ കൂടി പോകുന്ന ആക്സിസ് ആണ്. 6 വശമുണ്ട്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്ലെയിനുകളുടെ മിഡ് പോയിന്റ് യോജിപ്പിക്കുന്നതാണ് ആക്സിസ്. അങ്ങനെ 3 ആക്സിസ് നമുക്ക് വിചാരിക്കാവുന്നതാണ്. 6 വശമാണ് ഒരു ക്യൂബിനുള്ളത്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 പ്ലെയിനുകളുടെ മിഡ് പോയിന്റിൽ കൂടി ഒരു ആക്സിസ് വിചാരിക്കാം. അതൊരു ആക്സോസിമെട്രിയാണ്. അങ്ങനെ 3 ആക്സോസിമെട്രി നമുക്ക് കാണാവുന്നതാണ്. There is an axis such that the crystal is such that if the crystal is rotated around it through some angle, the crystal remains invariant. ആ ഒരു ആക്സിസ് ക്രിസ്റ്റലിനകത്ത് നമ്മൾ വിചാരിച്ചാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി ക്രിസ്റ്റലിനെ കറക്കിയാൽ ആ ക്രിസ്റ്റൽ ഇൻവേരിയൻ്റ് ആയിരിക്കും. ദ ആക്സിസ് ഈസ് കോൾഡ് എൻഫോൾഡ് ആക്സിസ്. ഇത്തരം ആക്സിനെ എൻഫോൾഡ് ആക്സിസ് എന്ന് പറയും. ഇഫ് ദി ആംഗിൾ ഓഫ് റൊട്ടേഷൻ φ = 360/n. അപ്പോൾ ഇത് എൻഫോൾഡ് ആക്സിസ് ആണെങ്കിൽ ആംഗിൾ ഓഫ് റൊട്ടേഷൻ φ 2π/n 360/n ആയിരിക്കണം. n വാല്യൂ നമുക്കറിയാമല്ലോ, 1 2 3 4 and 6. ഇനി സെൻട്രോസിമെട്രി ഈ ക്യൂബിൻ്റെ സെൻറ്ററിനെ വിളിക്കുന്ന പേരാണ് സെൻട്രോസിമെട്രി. അത് മറ്റൊരു സിമെട്രി എലമെൻ്റ് ആണ്. ഈ പടത്തെ അത് അടുക്ക് കാണുന്ന പോയിന്റ് അത് സെൻട്രോസിമെട്രിയാണ്. എന്താണ് സെൻട്രോസിമെട്രി? ഇറ്റ് ഈസ് എ പോയിന്റ് സച്ച് ദാറ്റ് എനി ലൈൻ ഡ്രോൺ ത്രൂ ഇറ്റ് മീറ്റ് ദി സർഫസ് ഓഫ് ദി ക്രിസ്റ്റൽ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഓൺ ഐദർ സൈഡ്. മീറ്റ് ചെയ്ത് അവർ എം കിടപ്പുള്ളത് വേണ്ട. ഇറ്റ്സ് എ പോയിന്റ് സച്ച് ദാറ്റ് എനി ലൈൻ ഡ്രോൺ ത്രൂ ഇറ്റ് മീറ്റ് ദി സർഫസ് ഓഫ് ദി ക്രിസ്റ്റൽ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഓൺ ഐദർ സൈഡ്. അപ്പോൾ ഒരു സെൻറ്റർ പോയിൻ്റാണ്. അവിടെ കൂടി നമ്മൾ ലൈൻ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ ചെന്ന് മുട്ടുന്നത് കാണാം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മെൻഷൻ ദാറ്റ് എ ക്രിസ്റ്റൽ മേ possess a number of planes of symmetry or axisymmetry. ഒരു ക്രിസ്റ്റലിന് അനേകം പ്ലെയിൻസ് ഓഫ് സിമെട്രി ഉണ്ട്, അല്ലെങ്കിൽ ആക്സിസിമെട്രി ഉണ്ട്. ബട്ട് ഓൺലി വൺ സെൻട്രോസിമെട്രി. എന്നാൽ സെൻട്രോസിമെട്രി ഒരെണ്ണം മാത്രമേ ഒരു ക്രിസ്റ്റലിനുള്ളൂ. ഫോർ എക്സാമ്പിൾ, എ ക്യൂബ് ഹാസ് എ സിംഗിൾ സെൻറ്റർ ഓഫ് സിമെട്രി ആറ്റ് ദ സെൻറ്റർ ഓഫ് ദി ക്യൂബ്. ഒരു ക്യൂബിന് അതിൻ്റെ സെൻട്രൽ പോയിന്റ് ഒറ്റ സെൻട്രോസിമെട്രിയെ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കുക, ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ആർ ദി സിമെട്രി ഓപ്പറേഷൻസ് ഇൻ എ ക്രിസ്റ്റൽ? ഒരു ക്രിസ്റ്റലിലെ സിമെട്രി ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? അത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. രണ്ടാമത്, എക്സ്പ്ലെയിൻ റൊട്ടേഷൻ ഓപ്പറേഷൻ ആൻഡ് ഇൻവേർഷൻ. റൊട്ടേഷൻ ഓപ്പറേഷൻ ഇൻവേർഷൻ പറയുക. ട്രാൻസ്ലേഷൻ ചോദിക്കാവുന്നതാണ്. നമ്പർ 3, വാട്ട് ആർ ദി ഡിഫറൻറ്റ് സിമെട്രി എലമെൻറ്റ്സ് ഇൻ എ ക്രിസ്റ്റൽ? എക്സ്പ്ലെയിൻ. ഒരു ക്രിസ്റ്റലിലെ സിമെട്രി എലമെൻറ്റ്സ് നമ്മൾ പറഞ്ഞല്ലോ, പോയിന്റ് ഗ്രൂപ്പ് സിമെട്രി ഒക്കെ പറഞ്ഞല്ലോ, അത് പഠിക്കുക. സിമെട്രി എലമെൻറ്റ്സ്, വാട്ട് ആർ സിമെട്രി എലമെൻറ്റ്സ്? ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ പോയിന്റ് ഗ്രൂപ്പ് സിമെട്രി എലമെൻറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക,
Symmetry elements. The locus about which symmetry operations are performed is called symmetry element. Symmetry of a particular kind exists when certain symmetry of a particular kind exists when a certain operation leaves something unchanged. പിന്നെ ഒരു ക്യാൻഡിലിൻ്റെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. ക്രിസ്റ്റൽസ് പൊസസ് ഡിഫറൻറ്റ് സിമെട്രീസ്. Symmetry operations performed about a point or line are called point group symmetries. The point group symmetry elements supposed to be crystal are the following. The point group symmetry ആണ് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് പ്ലെയിനോ സിമെട്രി ഉണ്ട്, പിന്നീട് പറയുന്നത് ആക്സോ സിമെട്രി ഉണ്ട്, പിന്നീട് സെൻട്രോ സിമെട്രി ഉണ്ട്. അങ്ങനെ പോയിന്റ് ഗ്രൂപ്പ് സിമെട്രി നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതൊരു ക്വസ്റ്റ്യൻസ്. That is all with your 10th class on solid state physics. Thank you very much. We continue the class with point group and space group. Next class. Thank you very much.